മാർച്ച് 1, 2025 6ാം ക്ലാസ്സുകാർക്ക് സോഷ്യൽ സയൻസിൻ്റെ എക്സാമിനേഷൻ ആയിരുന്നു. അതിൻ്റെ അകത്തുള്ള ആക്ടിവിറ്റീസിൻ്റെ ആൻസേഴ്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി ഇതാണ്, ഒബ്സർവ് ദ ഗിവൺ പിക്ചർ. കണ്ടോ, താഴെ ഒരു 3 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ എബോവ് പിക്ചർ റെപ്രസെൻറ്റ്സ് എ ട്രൈബൽ ഗ്രൂപ്പ്. ട്രൈബൽ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഗോത്ര സമൂഹത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പിക്ചർ ഏതാണെന്ന്? എ ആണോ, ബി ആണോ, സി ആണോ? പിക്ചർ ബി ആണ് അല്ലേ? ഗോത്ര സമൂഹം അല്ലെങ്കിൽ ട്രൈബൽ ഗ്രൂപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പിക്ചർ ഏതാണ്? അത് ബി പിക്ചറാണ്, പിക്ചർ ബി. അതാണല്ലോ എഴുതിയത്. അപ്പോൾ നമുക്ക് 1 മാർക്ക് അവിടെ സ്കോർ ചെയ്യാം. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വില്ലേജ് ലൈഫ് ഈസ് മോർ കംഫർട്ടബിൾ ദാൻ സിറ്റി ലൈഫ്. അതായത് വില്ലേജിൽ ഉള്ള ലൈഫ് അല്ലെങ്കിൽ ഗ്രാമജീവിതം എന്ന് പറയുന്നത് സിറ്റി ലൈഫിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ നഗരജീവിതത്തെ അപേക്ഷിച്ച് കൂടുതൽ കംഫർട്ടബിൾ ആണ്. ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? വൈ? നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കൂ, ലൈഫ് ഇൻ ദ വില്ലേജ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം സിറ്റി ലൈഫ്. വില്ലേജിലെ ലൈഫ് അല്ലെങ്കിൽ ഗ്രാമജീവിതം എന്ന് പറയുന്നത് നഗരജീവിതത്തിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമാണ്. വില്ലേജ് ലൈഫ് ഈസ് വെരി പീസ്ഫുൾ. വില്ലേജ് ലൈഫ് വളരെ പീസ്ഫുൾ ആണ്, വളരെ സമാധാനപൂർണ്ണമാണ്. ബട്ട് ഇൻ സിറ്റി ലൈഫ് ഈസ് വെരി സ്ട്രെസ്ഫുൾ. പക്ഷേ സിറ്റിയിലെ ലൈഫ് എന്നുള്ള വളരെ സ്ട്രെസ്ഫുൾ ആണ്, നമുക്ക് വളരെ ടെൻഷൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇവിടെ വില്ലേജസ് മെയിൻലി ഡിപ്പെൻഡ് അപ്പോൺ അഗ്രികൾച്ചർ. വില്ലേജിലുള്ള ആൾക്കാർ മെയിൻലി ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത് അഗ്രികൾച്ചർ, കൃഷിയാണ് ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത്. ബട്ട് ഇൻ സിറ്റീസ് ദെയർ ആർ മെനി കരിയർ ഓപ്പർച്യൂണിറ്റി. പക്ഷേ സിറ്റിയിൽ ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ദ ലെവൽ ഓഫ് പൊല്യൂഷൻ ഈസ് വെരി ലെസ് ഇൻ വില്ലേജ്. വില്ലേജിൽ പൊല്യൂഷൻ ലെവൽ വളരെ കുറവാണ്, അതായത് പൊല്യൂഷൻ അധികം ഇല്ല. ബട്ട് ഇൻ സിറ്റീസ് പീപ്പിൾ ലിവ് ഇൻ പൊല്യൂട്ടഡ് എൻവയോൺമെൻറ്റ്. പക്ഷേ സിറ്റീസിൽ ആൾക്കാർ ജീവിക്കുന്നത് പൊല്യൂട്ടഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിലാണ് അല്ലെങ്കിൽ മലിനമായ ഒരു അന്തരീക്ഷത്തിലാണ്. മലയാളം മീഡിയംകാർക്കുള്ളത്, നഗരജീവിതത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഗ്രാമജീവിതം. ഗ്രാമജീവിതം വളരെ സമാധാനപരമാണ്, നഗരജീവിതം വളരെ സമ്മർദ്ദം നിറഞ്ഞതാണ്. ഗ്രാമങ്ങളിലെ ജനങ്ങൾ പ്രധാനമായും കൃഷി ആശ്രയിക്കുന്നു, പക്ഷേ നഗരങ്ങളിൽ ധാരാളം തൊഴിലവസരങ്ങളുണ്ട്. ഗ്രാമങ്ങളിൽ മലിനീകരണത്തിൻ്റെ തോത് വളരെ കുറവാണ്. നഗരങ്ങളിൽ ജനങ്ങൾ മലിനമായ പരിസ്ഥിതിയിലാണ് ജീവിക്കുന്നത്. നഗരജീവിതത്തിനും ഗ്രാമജീവിതത്തിനും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. അടുത്ത് നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. റിസോഴ്സ് കൺസർവേഷൻ ഈസ് പോസിബിൾ വെൻ റിസോഴ്സസ് ആർ യൂസ്ഡ് ജുഡീഷ്യലി. റിസോഴ്സസ് അല്ലെങ്കിൽ വിഭവങ്ങൾ നമ്മൾ നീതിപൂർവ്വം ഉപയോഗിക്കുമ്പോഴാണ് റിസോഴ്സ് കൺസർവേഷൻ പോസിബിൾ ആകുന്നത് അല്ലേ? വിഭവങ്ങൾ നമ്മൾ നീതിപൂർവ്വം ഉപയോഗിക്കുമ്പോഴാണ് എന്താണ്? അടുത്ത നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. റിസോഴ്സ് കൺസർവേഷൻ ഈസ് പോസിബിൾ വെൻ റിസോഴ്സസ് ആർ യൂസ്ഡ് ജുഡീഷ്യലി. അല്ലേ? അതായത് വിഭവങ്ങൾ നമ്മൾ ജുഡീഷ്യലി അല്ലെങ്കിൽ നീതിപൂർവ്വം ഉപയോഗിക്കുമ്പോഴാണ് റിസോഴ്സ് കൺസർവേഷൻ അല്ലെങ്കിൽ വിഭവ സംരക്ഷണം പോസിബിൾ ആകുന്നത് അല്ലെങ്കിൽ സാധ്യമാകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഇൻ ദ റിസോഴ്സസ് ഗിവൺ ബിലോ ഫൈൻഡ് ഔട്ട് ദ വൺസ് ദാറ്റ് ഗെറ്റ് എക്സോസ്റ്റഡ് ആസ് ദേ ആർ യൂസ്ഡ്. നമ്മൾ ഉപയോഗിക്കും തോറും തീർന്നു പോകുന്ന അതിന് എക്സാമ്പിളായിട്ടുള്ള റിസോഴ്സ് ഏതൊക്കെയാണെന്ന് താഴെ തന്നിട്ടുണ്ട്. അതിൽ ഉപയോഗിക്കും തോറും തീർന്നു പോകുന്ന റിസോഴ്സസിന് എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വിൻഡുണ്ട്, കോളുണ്ട്, പെട്രോളിയം ഉണ്ട്, സൺലൈറ്റ് ഉണ്ട്. ഏതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുമ്പോഴും തീർന്നു പോകുന്നത്? കോളും പെട്രോളിയം ആണ് നമ്മൾ ഉപയോഗിക്കും തോറും തീർന്നു പോകുന്ന തരത്തിലുള്ള റിസോഴ്സിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി വാട്ട് ആർ ദ കോസസ് ഓഫ് റിസോഴ്സ് ഡിപ്ലീഷൻ? അതായത് വിഭവ ശോഷണത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് വിഭവ ശോഷണത്തിനുള്ള കാരണങ്ങൾ? 1, ഓവർ റിസോഴ്സ് എക്സ്പ്ലോയിറ്റേഷൻ, അതായത് അമിതമായിട്ടുള്ള വിഭവ ചൂഷണം. ഓവർ പോപ്പുലേഷൻ, ജനസംഖ്യാ വർധനവ്. സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ പ്രോഗ്രസ്, ശാസ്ത്ര സാങ്കേതിക പുരോഗതി. ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം. ഇതെല്ലാമാണ്. ക്വസ്റ്റ്യൻ, സജസ്റ്റ് 2 suitable ways to reduce resource depletion at home and school. അതായത് വീട്ടിലും സ്കൂളിലും വിഭവശോഷണം കുറയ്ക്കാൻ അനുയോജ്യമായ 2 suitable ways, 2 അനുയോജ്യമായ മാർഗങ്ങൾ സജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കൺസേർവ് വാട്ടർ, ഒന്നാമത്തത് ജലം സംരക്ഷിക്കുക. ഇൻസ്റ്റാൾ സോളാർ പാനൽ സ്ഥാപിക്കുക. ടു മിനിമൈസ് വേസ്റ്റ്, മാലിന്യം പരമാവധി കുറയ്ക്കുക. അടുത്തത് മൂന്നാമത്തെ ആക്ടിവിറ്റിയാണ്, ഒബ്സർവ് ദ ഗിവൺ കാർട്ടൂൺ. താഴെയുള്ള കാർട്ടൂൺ ശ്രദ്ധിക്കുക. മോം, ദ ടീച്ചർ സേസ് ദാറ്റ് ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പാരൻസ് ടു പ്രൊട്ടക്ട് us ചിൽഡ്രൻ. അമ്മേ, കുട്ടികളായ നമ്മളെ സംരക്ഷിക്കേണ്ടത് പാരൻസ് ആണ് എന്നാണ് ടീച്ചർ പറഞ്ഞതെന്ന്. അപ്പോൾ അമ്മ പറയുവാണ്, അബ്സല്യൂട്ട്ലി റൈറ്റ്, അതെ, അത് വളരെ ശരിയാണ്. ആൻഡ് യു ഷുഡ് പ്രൊട്ടക്ട് us ഇൻ അവർ ഓൾഡ് ഏജ്. അതുകൊണ്ട് അത് വളരെ ശരിയാണ്, നീയാണ് ഞങ്ങളെ നമ്മളുടെ ഓൾഡ് ഏജിൽ ഞങ്ങളെ സംരക്ഷിക്കേണ്ടത്, അതായത് ഈ പാരൻസിനെ സംരക്ഷിക്കേണ്ടത് എന്ന് പറയുവാണ്. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, കംപ്ലീറ്റ് ദ ടേബിൾ വിത്ത് ദ ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ. കുട്ടികളുടെ
ഡ്യൂട്ടീസ് കടമകളും പിന്നെ റൈറ്റ്സ് അവരുടെ അവകാശങ്ങൾ ഉൾപ്പെടുത്തി ഈ പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. അപ്പോൾ റൈറ്റ്സിൽ വരുന്നത് പ്രൊട്ടക്ഷൻ ഫ്രം ചൈൽഡ് ലേബർ അല്ലേ, ഈ ചൈൽഡ് ലേബർ അല്ലെങ്കിൽ ബാലവേലയിൽ നിന്ന് സംരക്ഷണം നൽകുക, റൈറ്റ് ടു പ്ലേ കളിക്കാനുള്ള അവകാശം, റൈറ്റ് ടു ഹെൽത്തി ഫുഡ് ആരോഗ്യകരമായ ഭക്ഷണത്തിനുള്ള അവകാശം. ഇനി ഈ കുട്ടികളുടെ ഡ്യൂട്ടീസാണ് അല്ലെങ്കിൽ അവരുടെ കടമകളാണ്. ഒരെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തത് റെസ്പെക്ട് ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്യുക, പ്രൊട്ടക്ട് പബ്ലിക് പ്രോപ്പർട്ടി പൊതുമുതൽ സംരക്ഷിക്കുക, അറ്റൻഡ് ക്ലാസ് റെഗുലർലി പതിവായി ക്ലാസ്സിൽ ഹാജർ. മലയാളം മീഡിയംകാർക്കുള്ളത് ബാലവേലയിൽ നിന്നുള്ള സംരക്ഷണം, കളിക്കാനുള്ള അവകാശം, ആരോഗ്യകരമായ ഭക്ഷണത്തിനുള്ള അവകാശം. ഡ്യൂട്ടീസ് ആകുമ്പോൾ അധ്യാപകരെ ബഹുമാനിക്കുക, പൊതുമുതൽ സംരക്ഷിക്കുക, പതിവായി ക്ലാസ്സിൽ ഹാജരാക്കുക. അടുത്ത 4ാമത്തെ ആക്ടിവിറ്റി, എ ഗവൺമെൻറ് ഫോംഡ് ബൈ ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ പീപ്പിൾ ഈസ് കോൾഡ് എ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്. ജനപ്രതിനിധികൾ നടത്തുന്ന ഭരണക്രമത്തെ ജനാധിപത്യ ഗവൺമെൻറ് എന്ന് പറയുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് ദ മെറിറ്റ്സ് ഓഫ് എ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്. ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ മെറിറ്റ്സ് ഏതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് റെസ്പെക്ട് ദ ഒപ്പീനിയൻസ് ഓഫ് ദി പീപ്പിൾ. ജനാഭിലാഷം മാനിക്കുന്നു. പ്രൊട്ടക്ട്സ് ദ ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽസ്. വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു. റൂളേഴ്സ് ആസ് വെൽ ആസ് ദ പീപ്പിൾ ആർ സബ്ജക്ട് ടു ദ സെയിം ലോ. ഭരണാധികാരികൾക്കും ജനങ്ങൾക്കും ഒരേ നിയമത്തിന് വിധേയരാണ്. ദ റൂളേഴ്സ് ആർ ഇൻഡെപ്റ്റഡ് ടു ദ പീപ്പിൾ. ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ഈസ് റൂൾഡ് ബൈ എ സുൽത്താൻ. സുൽത്താൻ ഭരണം നിലവിലുള്ളത് ഏത് രാജ്യത്താണെന്നാണ്. ഭൂട്ടാൻ, ഇന്ത്യ, ബ്രൂണൈ, മ്യാൻമാർ. എവിടെയാ? ബ്രൂണയിലാണ് സുൽത്താൻ ഭരണം നിലവിലുള്ളത്. അടുത്ത അഞ്ചാമത്തെ ആക്ടിവിറ്റി നോക്കിയോളൂ. ഇന്ത്യൻ ആൻഡ് എക്സ്റ്റേണൽ ട്രേഡ് മെയ്ഡ് ഗ്രേറ്റ് പ്രോഗ്രസ് ഇൻ കേരള ഡ്യൂറിംഗ് ദ മെഡീവൽ പീരിയഡ്. മധ്യകാലഘട്ടത്തിൽ പുറം നാടുകളുമായിട്ടും പിന്നെ പ്രാദേശികമായിട്ടുള്ള ട്രേഡ് അല്ലെങ്കിൽ കച്ചവടം വളരെയധികം പുരോഗതി പ്രാപിച്ചിരുന്നു. ദെൻ കംപ്ലീറ്റ് ദ ടേബിൾ. പിന്നെ താഴെ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിയുള്ള ആ ടേബിളിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒന്നാമത്തെ ടേബിൾ എന്ന് പറയുന്നത് ഗുഡ്സ് ദാറ്റ് വെയർ എക്സ്ചേഞ്ച്ഡ് ഫ്രം അതർ ലാൻഡ്സ് ടു കേരള. കേരളത്തിലേക്ക് പുറം നാടുകളിൽ നിന്നും കൈമാറ്റം ചെയ്തിരുന്ന വസ്തുക്കൾ, കേരളത്തിലേക്ക് കൊണ്ടുവന്ന വസ്തുക്കൾ എന്തൊക്കെയാണ്? പുറം നാടുകളിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്ന വസ്തുക്കൾ. അടുത്തത് ഗുഡ്സ് ദാറ്റ് വെയർ എക്സ്ചേഞ്ച്ഡ് ഫ്രം കേരള ടു അതർ ലാൻഡ്സ്. അതായത് കേരളത്തിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ പുറം നാടുകളിലേക്ക് കൊണ്ടുപോയിരുന്ന വസ്തുക്കൾ. കേരളത്തിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നതും കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതുമായിട്ടുള്ള വസ്തുക്കൾ. അതാണ് 2 ടേബിളിലായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ നിന്നും കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ്? സിൽക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ക്ലേ പോട്ട്സ്, കളിമൺ പാത്രങ്ങൾ, പിന്നെ ഫിഷിംഗ് നെറ്റ്, നമ്മുടെ മീൻ വല, ഇത് രണ്ടും. ഇനി ഗുഡ്സ് ദാറ്റ് വെയർ, അതായത് കേരളത്തിൽ നിന്ന് കയറ്റുമതി ചെയ്തിരുന്നത് പ്രധാനമായിട്ടും സ്പൈസസ് ആണ്. ഒന്നാമത്തത് പെപ്പർ, പിന്നെ എന്തൊക്കെയാണ്? കാർഡമം ഉണ്ട്, ഏലം, ജിഞ്ചർ, നമ്മുടെ ഇഞ്ചി, പിന്നെ ക്ലവ് എന്ന് പറയുമ്പം ഗ്രാമ്പു. അപ്പോൾ ഇതെല്ലാമാണ് ഗുഡ്സ് ദാറ്റ് വെയർ എക്സ്ചേഞ്ച്ഡ് ഫ്രം കേരള ടു അതർ ലാൻഡ്സ്. കേരളത്തിൽ നിന്ന് മറ്റു ലാൻഡ്സിലോട്ട് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾ. ഇതൊക്കെ സ്പൈസസ് ആണ് അല്ലേ? കേരളത്തിൽ നിന്നുള്ള കയറ്റുമതിയിൽ കൂടുതൽ ഉൾപ്പെട്ടിരിക്കുന്നത് സ്പൈസസ് ആണ്. അടുത്ത 5ാമത്തെ ആക്ടിവിറ്റിയിലെ തന്നെ ബി ക്വസ്റ്റ്യൻ എഴുതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് പോർട്ട് ഇൻ മെഡീവൽ കേരള. മെഡീവൽ കേരളയിൽ ഉണ്ടായിരുന്ന ഇമ്പോർട്ടൻറ്റ് പോർട്ട് താഴെ പറയുന്നതിൽ ഏതാണെന്ന്. ഏതൊക്കെയാണ്? അനന്തപുരം, വളപട്ടണം, ശാസ്താംകോട്ട, പന്തലായനി. ഇങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിലേതാണ് മധ്യകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു പോർട്ട് എന്ന് പറയുന്നത്? മധ്യകാല കേരളത്തിൽ ഏതാണ്? വളപട്ടണമാണ്. ഏതാണ്? വളപട്ടണമാണ് മധ്യകാല കേരളത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർട്ട് എന്ന് പറയുന്നത്. അടുത്ത സി ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ട്രേഡ് സിസ്റ്റം ദാറ്റ് പ്രിവൈൽഡ് ഇൻ മെഡീവൽ കേരള. മെഡീവൽ കേരളയിൽ നിലനിന്നിരുന്ന വാണിജ്യ സംവിധാനത്തെ പറ്റി ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കുള്ളൂ. ഏർലിയർ ട്രേഡ് വാസ് ക്യാരിഡ് ഔട്ട് ത്രൂ ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഫോർ ഗുഡ്സ്. അതായത് തുടക്കത്തിൽ സാധനങ്ങൾക്ക് പകരം സാധനങ്ങളാണ് കൈമാറിയിരുന്നത്. ലേറ്റർ ഗുഡ്സ് ബിഗാൻ ടു ബി എക്സ്ചേഞ്ച്ഡ് ഫോർ മണി. തുടർന്ന് നാണയം വാങ്ങി പകരം സാധനങ്ങൾ കൊടുത്തു തുടങ്ങി. ടാക്സ് ഓൺ ട്രേഡ് വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇൻകം. കച്ചവട ചുങ്കം ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗമായിരുന്നു. അടുത്ത നമുക്ക് 6ാമത്തെ ആക്ടിവിറ്റി നോക്കാം. ദ ചൈനീസ് ആൻഡ് ദ അറബ്സ് മെയ്ഡ് സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് നോളജ് ആൻഡ് ആർട്സ് ഡ്യൂറിംഗ് ദ മെഡീവൽ പീരിയഡ്. അതായത് മെഡീവൽ പീരീഡിൽ അല്ലെങ്കിൽ മധ്യകാലഘട്ടത്തിൽ വിജ്ഞാനത്തിൻ്റെയും കലകളുടെയും മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിരുന്നവരാണ് ഈ ചൈനീസും അറബികളും. ദെൻ ഹു കോൺട്രിബ്യൂട്ടഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് പഗോഡാസ്. പഗോഡകൾ എന്നറിയപ്പെടുന്ന കൺസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ നിർമ്മിതികൾ ഏത് രാജ്യക്കാരുടെ സംഭാവനയാണ്? ഓപ്ഷൻസ് വായിക്കാം. ചൈനീസ്, അറേബ്യൻസ്, ഇറ്റാലിയൻസ്, സ്പാനിയാർഡ്സ്. ആരൊക്കെയാണ്? ആരുടെ സംഭാവനയാണ്?
ചൈനീസ് പഗോഡകൾ എന്നറിയപ്പെടുന്നത് ചൈനീസിൻ്റെ സംഭാവനയാണ്, ചൈനക്കാരുടെ സംഭാവനയാണ്. അടുത്ത ബി ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് വെർ ദ സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻസ് പെയ്ഡ് ബൈ ദ അറബ് ഇൻ ദ ഫീൽഡ്സ് ഓഫ് സയൻസ് ആൻഡ് ലിറ്ററേച്ചർ? സയൻസിലും ലിറ്ററേച്ചറിലും ഈ ചൈനക്കാരുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് എന്തെല്ലാമായിരുന്നു? കുത്താബുൽ ഹവി ബൈ അൽ റാസി. കുത്താബുൽ ഹവി എന്ന് പറയുന്ന ആ ഒരു കൃതി എഴുതിയത് അൽ റാസിയാണ്. പ്രിൻറ്റിംഗ് മെഷീൻ കണ്ടുപിടിച്ചത് ചൈനീസുകാരാണ്. അൽ ഖാനൻ ദ മെഡിക്കൽ വർക്ക് റിട്ടൺ ബൈ ഇബൻ സിന. ഇബൻ സിനയാണ് അൽ ഖാനൂൻ എന്ന് പറയുന്ന ഒരു വൈദ്യശാസ്ത്ര ഗ്രന്ഥം എഴുതിയത്. അടുത്തത് നെയിം ദ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ദാറ്റ് ഇവോൾവ്ഡ് ഇൻ യൂറോപ്പ് ബൈ ദ 12th century CE. 12ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ നിലവിൽ വന്ന ഈ ബിൽഡിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ ആർക്കിടെക്ചറിൻ്റെ എന്താണ്? അത് ഗോതിക് ശൈലിയാണ്. ഗോതിക് ശൈലി.